നേരത്തെ നമ്മൾ പ്രസന്റ് സിമ്പിള് പഠിച്ചല്ലോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പൊതുവായിട്ട് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഏത് ഫോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ING ഫോം ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ടെൻസിൽ വെർബിന്റെ ഏത് ഫോം കാണും? ING ഫോം കാണും. റൈറ്റ് റൈറ്റിംഗ്, ഈറ്റ് ഈറ്റിംഗ്, ഗോ ഗോയിങ്, സീ സീയിങ്, ലുക്ക് ലുക്കിംഗ്, സ്പീക്ക് സ്പീക്കിംഗ്, ടേക്ക് ടേക്കിംഗ്, അതൊക്കെ വെർബിന്റെ ING ഫോമാണ്. ING ഫോം കണ്ടാൽ അത് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് ഓർത്തോണം. തെറ്റരുത്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, ബിയുടെ ഫോംസ് ആണ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ചേർക്കുന്നത്. ഈ ബിയുടെ ഫോംസ് ശരിക്കും പഠിച്ചു വെച്ചോണം ഏതൊക്കെയാണെന്ന്. ബിയുടെ ഫോംസ് കണ്ടിന്യൂസ് ടെൻസിൽ ബിയുടെ ഫോംസ് ചേർക്കുന്നു. പ്രസന്റ് ടെൻസിൽ നമ്മൾ ചേർക്കുന്നത് ഈസ്, ആം, ആർ. അത് കാണാതെ പഠിച്ചു വെച്ചോണം. ബിയുടെ ഫോംസ് ആണ് പ്രസന്റ് ടെൻസിൽ ഈസ്, ആം, ആർ. 3 പേര്. ആം, ഈസ്, ആർ. ഇനി പാസ്റ്റ് ടെൻസിൽ ബിയുടെ ഫോംസ് വാസ്, വേർ ആണ്. പാസ്റ്റ് ടെൻസിൽ ബിയുടെ ഫോംസ് ഏതാണ്? വാസ്, വേർ. കൂടെ പറയണേ, ഫ്യൂച്ചർ ടെൻസിൽ വിൽ ബി, ഷാൾ ബി. ഫ്യൂച്ചർ ടെൻസിൽ ബിയുടെ ഫോംസ് വിൽ ബി, ഷാൾ ബി. പ്രസന്റ് ടെൻസിൽ ബിയുടെ ഫോംസ് ഈസ്, ആം, ആർ. പാസ്റ്റ് ടെൻസിൽ ബിയുടെ ഫോംസ് വാസ്, വേർ. ഫ്യൂച്ചർ ടെൻസിൽ ബിയുടെ ഫോംസ് വിൽ ബി, ഷാൾ ബി. വീണ്ടും നിങ്ങൾ പാസീവ് ഫോം പഠിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പാസീവ് വോയിസ് പഠിക്കുമ്പോൾ ഓർത്ത് വെച്ചോണം ബിയുടെ ഫോംസ് ഏതൊക്കെയാണെന്ന്. ബിയുടെ ഫോംസ് ഈസ്, ആം, ആർ, വാസ്, വേർ, വിൽ ബി, ഷാൾ ബി. പൊതുവായിട്ട് കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞാൽ ഈ സംഭവങ്ങളുടെ കൂടെ ING ഉണ്ടെങ്കിൽ അത് ഏത് ടെൻസ് ആയിരിക്കും? വെറും കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. പൊതുവായിട്ട് എങ്ങനെ പറയാം? ING ഫോമിന്റെ കൂടെ ഈസ്, ആം, ആർ ആണെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. മനസ്സിലായോ? ING ഫോമിന്റെ കൂടെ ഈസ്, ആം, ആർ ആണെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ING ഫോമിന്റെ കൂടെ വാസ്, വേർ ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ING ഫോമിനോടൊപ്പം വിൽ ബി, ഷാൾ ബി ആണെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിരിക്കും. ഓരോ ടെൻസ് പഠിപ്പിക്കുന്നത് കൂടാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. എക്സാമ്പിൾ ആയിട്ട് റൈറ്റ് എന്ന് പറയുന്ന വെർബാണെങ്കിൽ റൈറ്റിന്റെ ING ഫോം റൈറ്റിംഗ്. അതിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതൊക്കെയായിരിക്കും? ഈസ് റൈറ്റിംഗ്, പിന്നെ ഈസ് കഴിഞ്ഞേതാ? ആം റൈറ്റിംഗ്, ആർ റൈറ്റിംഗ്. മനസ്സിലായി? പാസ്റ്റ് കണ്ടിന്യൂസ് ഏതായിരിക്കും? വാസ് റൈറ്റിംഗ്, വേർ റൈറ്റിംഗ്. റൈറ്റിന്റെ ING ഫോം ഏതാണ്? റൈറ്റിംഗ്, WRITING. പ്രസന്റ് കണ്ടിന്യൂസ് ഈസ് റൈറ്റിംഗ്, ആം റൈറ്റിംഗ്, ആർ റൈറ്റിംഗ്. പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് റൈറ്റിംഗ്, വേർ റൈറ്റിംഗ്. ഫ്യൂച്ചർ കണ്ടിന്യൂസോ വിൽ ബി റൈറ്റിംഗ്, ഷാൾ ബി റൈറ്റിംഗ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് വിൽ ബി റൈറ്റിംഗ്, ഷാൾ ബി റൈറ്റിംഗ്. പ്രസന്റ് കണ്ടിന്യൂസ് ഈസ് റൈറ്റിംഗ്, ആം റൈറ്റിംഗ്, ആർ റൈറ്റിംഗ്. Past continuous was writing, were writing. Future continuous will be writing, shall be writing. Continuous tense മനസ്സിലായല്ലോ. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് മാത്രം പഠിക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ബിയുടെ ഫോംസ് ഏതൊക്കെയാ? ഈസ്, ആം, ആർ, വാസ്, വേർ, വിൽ ബി, ഷാൽ ബി. കണ്ടിന്യൂസ് ടെൻസിൽ വെർബിന്റെ ഏത് ഫോമാ ചേർക്കുന്നത്? ING ഫോം. ING ഫോമിനോടൊപ്പം ബിയുടെ ഫോംസ് ഉണ്ടെങ്കിൽ അത് ഏത് ടെൻസ് ആയിരിക്കും? കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ബിയുടെ ഫോംസ് ആയ ഈസ്, ആം, ആർ ഉണ്ടെങ്കിൽ അത് ഏത് ടെൻസ് ആയിരിക്കും? പ്രസന്റ് കണ്ടിന്യൂസ്. വാസ്, വേർ ഉണ്ടെങ്കിൽ ഏത് ടെൻസ് ആയിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ്. വിൽ ബി, ഷാൾ ബി ആണെങ്കിലോ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് ചേർക്കുന്നു. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നൗൺ കാണും, പ്രൊനൗൺ കാണും. ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് ചേർക്കുന്നു. വെർബിന്റെ ഏത് ഫോംസ് ആണെന്ന് പഠിച്ചു വെക്കുക. ഏതാണ്? കണ്ടിന്യൂസ് ടെൻസിൽ ING ഫോം. അതിന് മുൻപ് ബിയുടെ ഫോംസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണല്ലോ. ഈസ്, ആം, ആർ. മനസ്സിലായോ? ഈസ്, ആം, ആർ. ഡു ആണെങ്കിൽ ഡൂയിന്റെ ING ഫോം ഡൂയിങ്. ഏതായിരിക്കും പ്രസന്റ് കണ്ടിന്യൂസ്? ഏതൊക്കെ കാണും? ഈസ് ഡൂയിങ്, പിന്നെ ആം ഡൂയിങ്, ആർ ഡൂയിങ്. ഈസ് ഡൂയിങ്, ആം ഡൂയിങ്, ആർ ഡൂയിങ്. പ്രസന്റ് കണ്ടിന്യൂസ്. ഈറ്റ് ആണെങ്കിൽ ING ഫോം ഏതാ? ഈറ്റ് ആണെങ്കിൽ ING ഫോം ഈറ്റിംഗ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതൊക്കെയാ? ഈസ് ഈറ്റിംഗ്, ആം ഈറ്റിംഗ്, നെക്സ്റ്റ് ആർ ഈറ്റിംഗ്. പ്രസന്റ് കണ്ടിന്യൂസ് ഏതൊക്കെയാ? ഈസ് ഈറ്റിംഗ്, ആം ഈറ്റിംഗ്, ആർ ഈറ്റിംഗ്. പ്രസന്റിൽ തുടരുന്ന ഒരു അല്ലെങ്കിൽ പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളാണ്
തുടരുന്ന കാര്യങ്ങളാണ് പ്രസന്റ് ടെൻസിൽ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ചേർക്കുന്നത്. മീനിങ് എങ്ങനെ വരുമെന്നറിയാവോ? കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് ടെൻസിൽ പറയാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. മനസ്സിലായോ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വെർബിന്റെ ing ഫോമിന് മുമ്പ് എന്ത് ചേർക്കണം? ഈസ്, ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതൊക്കെയാ? ഈസ് ഡൂയിങ്, ആം ഡൂയിങ്, ആർ ഡൂയിങ്. ഈറ്റ് ആണെങ്കിൽ ഈസ് ഈറ്റിംഗ്, ആം ഈറ്റിംഗ്, ആർ ഈറ്റിംഗ്. ടേക്ക് ആണെങ്കിൽ ടേക്കിന്റെ ing ഫോം ടേക്കിംഗ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ബിയുടെ ഫോം ഈസ്, ആം, ആർ. ing കൂടെ ചേർക്കുമ്പോൾ ഈസ് ടേക്കിംഗ്, പിന്നെ ആം ടേക്കിംഗ്, ആർ ടേക്കിംഗ്. മനസ്സിലായി? ഇത് കണ്ടാൽ ഏതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി സ്പീക്ക് ആണെങ്കിൽ ing ഫോം ഏതാ? സ്പീക്ക്, സ്പീക്കിംഗ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതാ? ഈസ്, ആം, ആർ സ്പീക്കിംഗ്. ഈസ് സ്പീക്കിംഗ്, നെക്സ്റ്റ് ആം സ്പീക്കിംഗ്, നെക്സ്റ്റ് ആർ സ്പീക്കിംഗ്. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ ശരിക്കും? ഇനി ഇത് എവിടാണ് ചേർക്കുന്നത്? പ്രോനൗൺസ് ആയ ഷീ, ഹി. പ്രോനൗൺസ് ആയ ഷീയും ഹിയും സിംഗുലർ ഒരാളെ ഉള്ളെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് കൂടെ ഈസ് ചേർക്കുന്നു. പ്രോനൗൺസ് ആയ ഷീയുടെയും ഹിയുടെയും ഇറ്റും വരാം, ദിസ് വരാം. സിംഗുലർ ആയ പ്രോനൗൺസ്, ഐ ഒഴികെയുള്ള സിംഗുലർ പ്രോനൗൺസും അല്ലേ? അതുപോലെ തന്നെ നൗൺ, സിംഗുലർ നൗൺ ആണെങ്കിൽ ഈസ് ചേർക്കാം. ഷീ ഈസ് സിംഗിങ്, അവളൊരു പാട്ട് പാടുകയാണ്, പാടിക്കൊണ്ടിരിക്കുകയാണ്. ഹി ആണെങ്കിലോ ഹി ഈസ് സിംഗിങ്. സീതയാണേലോ സീത ഈസ് സിംഗിങ്. മനസ്സിലായോ? ഏതൊക്കെയാണ് പ്രസന്റ് കണ്ടിന്യൂസ്? ഈസ്, ആം, ആർ, ദെൻ ഏത് ഫോമാ? ing ഫോം ഓഫ് ദി വെർബ്. ഈസ്, ആം, ആർ ing ഫോം ഓഫ് ദി വെർബ്. ഏതെങ്കിലും ഒരു വെർബ് വന്നാൽ എഴുതാമല്ലോ. റൈറ്റ് ആണെങ്കിൽ റൈറ്റിന്റെ ing ഫോം ഏതാ? റൈറ്റ്, റൈറ്റിംഗ്. ഐ ആണെങ്കിൽ ആം ആണ് ചേർക്കുന്നത്. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം റൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഐയുടെ കൂടെ ഏതാ ചേർക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസില് ആ. ഇനി ഷീ ആണെങ്കിലോ ഷീ ഈസ് റൈറ്റിംഗ്, അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹി ആണെങ്കിലോ ഹി ഈസ് റൈറ്റിംഗ്, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഐ ആം റൈറ്റിംഗ്, ഷീ ഈസ് റൈറ്റിംഗ്, ഹി ഈസ് റൈറ്റിംഗ്. പ്ലൂറൽ പ്രൊനൗൺസ് ആണെങ്കിൽ ദേ, ദേയുടെ കൂടെ എന്താ ചേർക്കുന്നത്? ആർ. ദേ ആർ റൈറ്റിംഗ്, ദേ ആർ റൈറ്റിംഗ്. യു ആണെങ്കിലോ യു ആർ റൈറ്റിംഗ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് ഓർക്കണം. യു ആർ റൈറ്റിംഗ്. വി ആണെങ്കിലോ വി ആർ റൈറ്റിംഗ്, യു ആർ റൈറ്റിംഗ്, വി ആർ റൈറ്റിംഗ്. മനസ്സിലായോ? പ്രസന്റ് കണ്ടിന്യൂസ് ശരിക്കും മനസ്സിലായോ? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രസന്റിൽ കണ്ടിന്യൂസ് ആണ്. പ്രസന്റിൽ തുടരുന്ന ഒരു വെർബ് അല്ലെങ്കിൽ ക്രിയയെ കാണിക്കാൻ നമ്മൾ ഏത് ടെൻസ് ചേർക്കുന്നു? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ചേർക്കുന്നു. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായല്ലോ? വേറെ വെർബ് എഴുതണോ? വെർബ് എഴുതണോ? കാര്യം മനസ്സിലായോ? ഇനി അടുത്തത്